ഡെറാഡൂണിൽ 125 കിലോഗ്രാം ഡൈനാമൈറ്റ് സംശയാസ്പദമായി കണ്ടെടുത്തതിനെ തുടർന്ന് ഹരിദ്വാറിൽ പ്രത്യേകിച്ച് കാൻവാർ മേള പ്രദേശത്ത് ഉത്തരാഖണ്ഡ് പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്തെ ജനക്കൂട്ടത്തെ ലക്ഷ്യം വെച്ച് എന്തെങ്കിലും അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഏത് രീതിയിലും ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കൃത്യമായി സേനകൾ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇന്ത്യൻ ഭരണ സംവിധാനത്തെ തകർക്കാനുള്ള അട്ടിമറിയുടെ ഭാഗമാണ് ഇതെല്ലാം. എന്നാൽ ഇതൊന്നും രാജ്യത്തിനകത്ത് വിലപ്പോകില്ല. പ്രധാനമന്ത്രിയുടെ ഉറച്ച തീരുമാനങ്ങളും ഭരണനിർവഹണവും രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പുണ്യനഗരത്തിൽ അപകടമുണ്ടാക്കി എന്തെങ്കിലും അട്ടിമറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പുണ്യനഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ പുണ്യമാസത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുകൂടുന്ന ഹരിദ്വാറിലും കാൻവാർ യാത്രാ റൂട്ടിലും കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ജില്ലയിലെ ട്യൂനി പ്രദേശത്തെ ഒരു കാറിൽ നിന്നാണ് ഡൈനാമൈറ്റ് കണ്ടെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്തു. ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു ഓൾട്ടോ കാർ സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിശോധന നടത്തുന്നതിനിടെ പോലീസ് തടഞ്ഞതായി ഡെറാഡൂൺ സീനിയർ പോലീസ് സൂപ്രണ്ട് അജയ് സിംഗ് വ്യക്തമാക്കി. വാഹന പരിശോധനയ്ക്കിടെ 5 പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന ഡൈനാമൈറ്റ് കണ്ടെടുത്തു. കാറിലുണ്ടായിരുന്ന റിങ്കു, സുനിൽ, രോഹിത് എന്നിവർക്ക് സ്ഫോടക വസ്തുക്കൾ നിയമപരമായി കൈവശം വെച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ പ്രതികളെല്ലാം ഹിമാചൽ പ്രദേശ് നിവാസികളാണ്. റിങ്കുവും സുനിലും ഷിംലയിൽ നിന്നുള്ളവരാണ്. രോഹിത് സിർമൌർ ജില്ലക്കാരനാണ്. ഡെറാഡൂണിൽ നിന്ന് 125 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവം നിസ്സാരമായി കാണാനാവില്ലെന്നും കാൻവാർ യാത്ര അതിന്റെ ഉച്ചസ്ഥായിലാണെന്നും ധാരാളം ഭക്തർ ഹരിദ്വാറിൽ എത്തുന്നുണ്ടെന്നും ഹരിദ്വാർ ASP പ്രമോദ് സിംഗ് ദോബൽ വ്യക്തമാക്കി. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ജൂലൈ 24-നും 28-നും 2 ഘട്ടങ്ങളിലായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഡൈനാമൈറ്റ് കണ്ടെടുത്തത് സംസ്ഥാനത്തെ സുരക്ഷാ സ്ഥിതിയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. വോട്ടർമാരുടെയും സ്ഥാനാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട്. നഗരത്തിൽ സംശയാസ്പദമായ എന്തെങ്കിലും വസ്തുക്കളോ ചലനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. എല്ലാ വർഷവും ശിവഭക്തർ കാൻവാർ യാത്ര എന്നറിയപ്പെടുന്ന പുണ്യയാത്ര നടത്തുന്നു. ഇത് സാവൻ മാസത്തിലെ ആദ്യ ദിവസം ആരംഭിക്കുന്നതാണ്. സാവൻ മാസം വളരെ ഭക്തിയോടെയാണ് ആചരിക്കുന്നത്. സാവൻ മാസത്തിൽ ഭക്തർ ശിവനെ ആരാധിക്കുന്നു. കാൻവാർമാരെ കൊണ്ടുവരുന്നതുവരെ കാൻവാരിയകൾ എന്ന് വിളിക്കുന്നു. ഈ വർഷം 2025 ജൂലൈ 11-നാണ് വിശുദ്ധ കാൻവാർ യാത്ര ആരംഭിച്ചത്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ശിവനെ ബഹുമാനിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന വർഷത്തിലെ ഏറ്റവും പുണ്യവും പുണ്യകരവുമായ മാസമായി സാവൻ മാസം കണക്കാക്കപ്പെടുന്നു. ഈ മാസത്തിൽ കാൻവാർ യാത്ര സാവൻ മാസത്തിന്റെ ആദ്യ ദിവസം മുതൽ ആരംഭിച്ച് ശിവരാത്രിയിൽ ശിവലിംഗത്തിന് ഗംഗാജലം അർപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു. ഭക്തർ കാൻവാർ എന്നറിയപ്പെടുന്ന മുളങ്കമ്പിന്റെ ഇരുവശത്തും ഉറപ്പിച്ച കുടങ്ങൾ കൊണ്ടുപോകുന്നു. അവർ കാൽനടയായി യാത്ര ആരംഭിക്കുകയും വ്യത്യസ്ത ഗംഗാഘട്ടുകൾ സന്ദർശിക്കുകയും ചെയ്യുന്നു. ചില ഭക്തർ ശിവനെ പ്രീതിപ്പെടുത്താൻ നഗ്നപാതരായി യാത്ര ആരംഭിക്കുകയും അവരുടെ കുടങ്ങളിൽ ഗംഗാജലം നിറയ്ക്കുകയും ശിവലിംഗത്തിന് ഗംഗാജലം അർപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു. എല്ലാവരും കാവി നിറത്തിലുള്ള ഷോർട്സ്, പാൻസ്, ടീഷർട്ടുകൾ എന്നിവ ധരിച്ചിരിക്കുകയാണ്. കാൻവാർ വഹിക്കുന്ന ഈ ഭക്തർക്ക് ഭക്ഷണം, മെഡിക്കൽ, വെള്ളം, മറ്റ് ഉപയോഗപ്രദമായ വസ്തുക്കൾ എന്നിവ പോലുള്ള വിവിധ ക്രമീകരണങ്ങൾ സർക്കാരും സ്വകാര്യ സന്നദ്ധ സംഘടനകളും ചെയ്യുന്നു. ശിവൻ എല്ലാവരുടെയും അഭ്യർത്ഥനകൾ നിറവേറ്റുമെന്ന വിശ്വാസത്തോടെ ഭക്തർ ഈ യാത്രയിലുടനീളം മന്ത്രങ്ങൾ ജപിക്കുകയും ശിവഭജൻ ആലപിക്കുകയും ചെയ്യുന്നു. ഹരിദ്വാറിലേക്ക് പോകുന്ന പ്രാദേശിക കാൻവാർ യാത്രക്കാരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഗതാഗത കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ അവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ബുലന്ദ് ഷഹർ ഡിപ്പോയിലെ 25 ബസ്സുകൾ കാൻവാർ യാത്രകൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. റൂട്ട് വഴിതിരിച്ചുവിടൽ കാരണം ബസ് തിരിഞ്ഞാൽ യാത്രക്കാർ കൂടുതൽ നിരക്ക് നൽകേണ്ടി വരും. നിലവിൽ നിരക്കിൽ വർധനവ് ഉണ്ടായിട്ടില്ല. ഹരിദ്വാറിലേക്ക് പോകുന്ന ശിവഭക്തരുടെ എണ്ണം ഇപ്പോൾ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുലന്ദ് ഷഹർ ഡിപ്പോയിൽ നിന്ന് 8 ബസ്സുകളിലായി ഞായറാഴ്ച ശിവഭക്തർ ഹരിദ്വാറിലേക്ക് പുറപ്പെട്ടിരുന്നു. ശിവഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച കാൻവരിയകൾക്കായി 15 ബസ്സുകൾ റിസർവ് ചെയ്തിരുന്നു. രാത്രി വൈകി വരെ 100 കണക്കിന് ശിവഭക്തർ ഹരിദ്വാറിലേക്ക് പോയി. ഇതിനു പുറമെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ആകെ 25 ബസ്സുകൾ കാൻവാരയിൽക്കായി റിസർവ് ചെയ്തിട്ടുണ്ട്. സാവൻ മാസം ആരംഭിച്ചതോടെ ഹരിദ്വാറിലേക്ക് എത്തുന്ന കാൻവാരികളുടെ പ്രക്രിയ വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.